ഹലോ ഗായ്സ്. അപ്പോൾ നമസ്കാരം. വ്യസനസമേതം ബന്ധുമിത്രാദികൾ അനശ്വര രാജൻ്റെ ഒരു പടമാണ്. അനശ്വര രാജൻ്റെ പടം എന്ന് തന്നെ വേണമെങ്കിൽ പറയണം. സിജു വിൽസൺ ഒക്കെ അഭിനയിച്ചിട്ടുള്ള പടമാണ്. അതിലെ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും ആ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അൽവാ കണ്ണാളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമില്ലേ. അതുപോലെ തന്നെ അനശ്വര രാജൻ്റെ ഒരു കോമഡി പരിപാടിയായിരുന്നു എന്ന് പറയുന്നു, സിജു വിൽസൺ ആ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ആ പാട്ട് ഹിറ്റായി, പടം അത്യാവശ്യം തിരക്കേടില്ലാതെ ഓടിയോ ഇല്ലയോ എന്നെനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ പരിപാടികളിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. എന്തിനാ വെറുതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കറിഞ്ഞ് ബോറടിപ്പിക്കുന്നത്? എല്ലാവരും കുറേ കേട്ടതല്ലേ റിവ്യൂ പരിപാടികളൊക്കെ. അപ്പോൾ ഈ പടം നാളെ, അതായത് 9 ഓഗസ്റ്റ് 2025 OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ഡേറ്റാസ്, അതിൻ്റെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പരിപാടികളൊക്കെ കിട്ടുന്നത്. സോ അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതിന് പറയുന്നതിനേക്കാൾ മുമ്പായിട്ട് നമുക്ക് ലീഡ് ആക്ടേഴ്സിലേക്ക് കിടക്കാം. അനശ്വര രാജൻ അഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ജോമോൻ ജ്യോതിർ ശക്തി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം, സിജു സണ്ണി സുഹേൽ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം. ലീഡ് ആക്ട്രസ്സായിട്ട് വരുന്നത് അനശ്വര രാജനാണ്. സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിൽ ബൈജു സന്തോഷ്, അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ്, മല്ലിക സുകുമാരൻ, അശ്വതി ചന്ദ്, കിഷോർ, അരുൺകുമാർ എന്നിവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പടത്തിൻ്റെ ഡയറക്ടർ എസ് വിപിൻ. ആളുടെ ആദ്യത്തെ ഡയറക്ഷനാണ്. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ പ്രൊഡ്യൂസർ എസ് വിപിൻ തന്നെയുണ്ട്. അതിൻ്റെ കൂടെ ഷാഹു ഗർഭതി, അതായത് WBTS പ്രൊഡക്ഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഷൈൻ സ്ക്രീൻസ് ആണ് ഇത് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എഴുതിയിട്ടുള്ളതും എസ് വിപിൻ തന്നെയാണ്. സിനിമോട്ടോഗ്രാഫ് റഹീം അബൂബക്കർ. അതുപോലെ തന്നെ എഡിറ്റർ ജോണി കുട്ടി. പ്രൊഡക്ഷൻ ഹൗസ് നമ്മൾ പറഞ്ഞതുപോലെ WBTS എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഹൗസാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കോടി. കൺഫേംഡ് മൾട്ടിപ്പിൾ സോഴ്സസ് വഴി നമ്മൾ കൺഫേം ചെയ്തതാണ്. പ്രൊഡക്ഷൻ കോസ്റ്റ് 10 കോടിയാണ്. ലീഡ് ആക്ടേഴ്സിൻ്റെ നമ്മളൊരു എസ്റ്റിമേറ്റഡ് ആണ് പറയുന്നത്. അനശ്വര രാജന് ഒരു 60 ലക്ഷം, അതുപോലെ തന്നെ ജോമോൻ ജ്യോതിറിന് ഒരു 15 ലക്ഷം, സിജു സണ്ണിക്ക് ഒരു 10 ലക്ഷം, വിപിന് ഡയറക്ടറിന് ഒരു എസ്റ്റിമേറ്റഡ് 20 ലക്ഷം, അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറിന് ഒരു 8 ലക്ഷം. അതൊരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. പിന്നെ ലൊക്കേഷൻ സെറ്റ്സ് എല്ലാ പരിപാടിയും കൂടിയിട്ട് 1.2 crores, പോസ്റ്റ് പ്രൊഡക്ഷൻ, VFS, എഡിറ്റിങ്, മ്യൂസിക്, മിക്സിങ്, ഡബ്ബിങ് എല്ലാം കൂടിയിട്ട് 1 കോടി. ഇത് നമ്മൾ കുറച്ച് എസ്റ്റിമേറ്റഡ് ആണ്, മിനിമൽ എസ്റ്റിമേറ്റഡ് ആയിട്ടാണ് നമ്മളിത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ടോട്ടൽ മാർക്കറ്റിംഗ് ബഡ്ജറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 75 ലക്ഷമാണ് അവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ട്രെയിലേഴ്സ്, ടീസർ 8 lakhs, പോസ്റ്റേഴ്സ്, പ്രസ് മീറ്റ്സ് 11 lakhs, ഡിജിറ്റൽ സോഷ്യൽ മീഡിയ 18 lakhs, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആൻഡ് PR 10 lakhs, മിസ്ലീനിയസ് ആയിട്ട് ഒരു 28 ലക്ഷം എന്നിങ്ങനെ പിടിച്ചിട്ടാണ്. അതായത് പെയ്ഡ് റിവ്യൂസ്, മിനിമൽ പെർ കോൺട്രവേഴ്സി ഒക്കെ ആയിട്ട്. ഓക്കെ. അതേപോലെ തന്നെ തിയേറ്ററിക്കൽ റിലീസായത് 13-ാം തീയതിയാണ് റിലീസായത്. നമ്പർ ഓഫ് സ്ക്രീൻസ് 37+ ആയിരുന്നു കേരളത്തിൽ. ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത് ഐക്കോൺ സിനിമാസ്, ഹോം സ്ക്രീൻ എൻ്റർടൈൻമെൻറ്റ് എന്നിവരൊക്കെയാണ് കേട്ടോ. അതുകൂടാതെ ടോട്ടൽ ഗ്രോസ് കളക്ഷൻ ഇൻ ഇന്ത്യ വന്നിട്ടുള്ളത് 13.58 ലക്ഷവും. ടോട്ടൽ നെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് 10.57 ലക്ഷവും, അതായത് 10 days. അപ്പോൾ ഫൈനൽ നെറ്റ് വരുന്നത് 13.58 ലക്ഷമാണ് കേട്ടോ. ടോട്ടൽ തിയേറ്റർ ഷെയർ വന്നിരിക്കുന്നത് 5.46 ലക്ഷം ഇൻ ഇന്ത്യ. ഓവർസീസിൽ നോട്ട് ഒഫീഷ്യലി ഡിസ്ക്ലോസ്ഡ് ഓൾമോസ്റ്റ് 1 crore ആണ് അവർ പറയപ്പെടുന്നത്. ഇതിൽ നിന്ന് ടോട്ടൽ ടാക്സ് ഡിഡക്ഷൻസ് വരുന്നത് 18% GST ആണ്. അത് എസ്റ്റിമേറ്റഡ് ആണ്. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ വരുന്നത് ഇത്രയും കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 2.8 ലക്ഷം ഡിസ്ട്രിബ്യൂഷൻ ഷെയർ വരും കേട്ടോ. പിന്നെ OTT റൈറ്റ്സ് പ്ലാറ്റ്ഫോം മനോരമ മാക്സിനാണ്. അത് കൺഫേംഡ് ആണ്. OTT റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.4 crores അടുത്ത് പോയിട്ടുണ്ടാവും. അത് എസ്റ്റിമേറ്റഡ് ആണ്. ടിപ്പിക്കൽ റേഞ്ചാണ്. കോമഡി ഹിറ്റ് മനോരമ ആ ഒരു റേഞ്ച് അത്രയാണ് വരുന്നത്. സാറ്റലൈറ്റ് TV അതുപോലെ തന്നെ 1.2 crores, അതും എസ്റ്റിമേറ്റഡ് ആണ്. സൺ TV, സൂര്യൻ അത് നോട്ട് കൺഫേംഡ് ആണ് കേട്ടോ. ലോക്കൽ നെറ്റ്വർക്ക്സ് ഇത്രയും റേഞ്ചിന് പോകാനുള്ള സാധ്യതയുണ്ട്. ഓഡിയോ മ്യൂസിക് റൈറ്റ്സ് ഒരു 18 ലക്ഷത്തിനും പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ തിയേറ്ററിക്കൽ ഇൻകം ടോട്ടൽ വന്നത് 13 കോടിയും
13,58,00,000. OTT റൈറ്റ്സ് 1.4 crores, സാറ്റലൈറ്റ് റൈറ്റ്സ് 1.2 crores. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം വന്നിട്ടുള്ളത് 16.36 കോടി. അതിനകത്ത് ടോട്ടൽ പ്രൊഡക്ഷൻ എക്സ്പെൻസ് 10 crores, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസ് 75 ലക്ഷവും, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടാക്സസ് എല്ലാം കൂടിയിട്ട് ഒരു 2 കോടി. അതേപോലെ ടോട്ടൽ എക്സ്പെൻസസ് അവർക്ക് വന്നിട്ടുള്ളത് 12.75 കോടിയാണ്. അപ്പോൾ ഒരു പ്രോഫിറ്റാണോ ലോസ് ആണോ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3,60,00,000 അടുത്ത് പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവും. ഇതാണ് കണക്കുകൾ എങ്കിൽ, കൺഫേംഡ് കണക്കുകളെങ്കിൽ. എന്തായാലും ഒരു 99% ഇത് പ്രോഫിറ്റിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം. എന്തെങ്കിലും തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളത് കമൻറ്റിൽ രേഖപ്പെടുത്താം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.